ചൈന പേപ്പർ മടക്കി പൂവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഈർക്കിലിയിൽ കോർത്ത് പശ വെച്ച് ഒട്ടിക്കും. ഈർക്കിലിയുടെ ബാക്കി ഭാഗം അരങ്ങ് വെച്ച് മറയ്ക്കും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. അന്നൊക്കെ പൂയത്തിന് കാവടി ഉണ്ടാക്കുമ്പോൾ ഓരോ വീടുകളിലൊക്കെ ആയിരിക്കും കാവടികളൊക്കെ സെറ്റ് ചെയ്യണത്. പേപ്പറുകളൊക്കെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ വെട്ടിത്തരും. അപ്പം ഞങ്ങൾ കുട്ടികളാണ് ഇത് പശയൊക്കെ തേച്ച് ഈർക്കിലിയിലൊക്കെ ഒട്ടിക്കണത്. ഇതൊരുപാട് എണ്ണ ഉണ്ടെങ്കിലാണ് കൂടുതൽ ഭംഗിയിലിരിക്കുക. അപ്പോൾ നല്ല ക്ഷമയും സമയവും വേണം ഇതുണ്ടാക്കിയെടുക്കാൻ. ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് അവരോട് ചോദിക്കാം. 2 എണ്ണമാണ് ഉണ്ടാവുക. എണ്ണം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എണ്ണം കിട്ടും. ധന്യ പൂക്കളുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത പേപ്പർ ഈർക്കലിയിൽ പശ തേച്ച് ഒട്ടിക്കുകയാണ് ആരതിയുടെ ജോലി. അതേപോലെ വെട്ടിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കും അല്ലേ? പിണ്ടി പെരുന്നാളിനാണ് കൊടി കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ക്രൗണൊക്കെ ഉണ്ടാക്കുന്നത് ആദ്യ കുർബാന ചടങ്ങുകളിലേക്കൊക്കെയാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ട് ആർക്കെങ്കിലും ക്രൗണുകളോ കൊടികളോ ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.